മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് വീണ്ടും തിയേറ്ററുകൾ കീഴടക്കാനെത്തുന്നു. കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരം ഒന്നിനൊന്നും മികച്ച പുതിയ ചിത്രങ്ങളുമായിട്ടാണ് ഇത്തവണ എത്തുന്നത്. മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ദിലീപിന്റെ വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്നും നിങ്ങളിലേക്ക് എത്തുവാനും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഒന്നാമത്തെ ചിത്രം നീക്കം. ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് നിലവിൽ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് നീക്കം. ദിലീപിനൊപ്പം സിദ്ദിഖ്, വീണ നന്ദകുമാർ, അശോകൻ, ബിനു പപ്പു, കലാഭവൻ ഷാജോൺ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ ഒരു അച്ഛന്റെയും മകളുടെയും വൈകാരിക ബന്ധത്തിന്റെ കഥയാണ് പശ്ചാത്തലമായി വരുന്നത്. ഓൾറെഡി ഈ ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ റിലീസിന് എത്തേണ്ട സിനിമയായിരുന്നു നീക്കം. എന്നാൽ സിനിമയുടെ നിർമ്മാതാക്കൾ തമ്മിലുണ്ടായ ചില ബിസിനസ് പ്രോബ്ലം കാരണം ചിത്രത്തിന്റെ റിലീസ് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കേസ് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമെന്നും അതിനുശേഷം വരുന്ന സെപ്റ്റംബർ മാസം അവസാനത്തോടെ ഈ ചിത്രം റിലീസിനെത്തുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. രണ്ടാമത്തെ ചിത്രം ദിലീപ് കൃഷ്ണദാസ് മുരളി പ്രോജക്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ കൃഷ്ണദാസ് മുരളി ദിലീപിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാനിരുന്നു. ഓൾറെഡി കൃഷ്ണദാസ് മുരളിയുടെ കയ്യിൽ ഈ ഒരു പ്രോജക്ടിന്റെ തിരക്കഥയുണ്ടെന്നും തന്റെ ഡ്രീം പ്രോജക്റ്റായി കണക്കാക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ ദിലീപുമായി ചർച്ച ചെയ്യുകയും ദിലീപ് ഓക്കെ പറയുകയും ചെയ്തെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്ഥിരം കാണാറുള്ള ദിലീപിന്റെ കോമഡി സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഡാർക്ക് ഹ്യൂമർ പശ്ചാത്തലത്തിലാവും ഈ സിനിമ ഒരുങ്ങുകയെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ തരുൺമൂർത്തിയാണ് ഈ ഒരു പ്രോജക്ട് നിർമ്മിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരും. മൂന്നാമത്തെ ചിത്രം ദിലീപ് ഷാഹി കബീർ പ്രോജക്ട്. ഇലവിഴ, പൂഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലുള്ള സിനിമകളിലൂടെ സംവിധായകനും തിരക്കഥാകൃത്തുമായി ശ്രദ്ധേയനായ ഷാഹി കബീർ ദിലീപിന്റെ അടുത്തൊരു പോലീസ് സ്റ്റോറിയുടെ കഥ പറയുകയും ഈ കഥ ഇഷ്ടപ്പെട്ട ദിലീപ് ഷാഹി കബീറിന് ഒരു ഓപ്പൺ ഡേറ്റ് നൽകിയിട്ടുണ്ടെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെറിയ കാലയളവിൽ ചിത്രീകരിക്കാവുന്ന ഈ സിനിമയിൽ ദിലീപ് ഒരു ഗ്രേ ഷെയ്ഡുള്ള പോലീസ് കോൺസ്റ്റബിൾ കഥാപാത്രമായിട്ടാണ് എത്തുകയെന്നും പറയപ്പെടുന്നു. എന്നാൽ ഓൾറെഡി കുറച്ചധികം സിനിമകൾ കമ്മിറ്റഡ് ആയ ഷാഹി കബീർ അദ്ദേഹത്തിന്റെ തിരക്കുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ ചിത്രത്തിന്റെ വർക്കുകളിലേക്ക് കടക്കാനാണ് സാധ്യത. മേ ബി അടുത്ത വർഷത്തോടുകൂടി ഈ ഒരു സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ ചിത്രം ദിലീപ് സത്യനന്ദിക്കാട് പ്രോജക്ട്. വിനോദയാത്ര എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിനെ നായകനാക്കി സത്യനന്ദിക്കാട് വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ഒരു ഫാമിലി ഫീൽ ഗുഡ് പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് സത്യനന്ദിക്കാടിന്റെ മകനും സംവിധായകനുമായ അഖിൽ സത്യനാണ്. നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരികയാണെന്നും അത് പൂർത്തിയാക്കിയ ശേഷം ദിലീപുമായി ചർച്ചകൾ നടത്തിയെങ്കിൽ മാത്രമേ സിനിമ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ സാധിക്കുകയുള്ളെന്നുമാണ് സംവിധായകനായ സത്യനന്ദിക്കാട് തന്നെ ഈ ഒരു സിനിമയെപ്പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ ചിത്രം പറക്കും പപ്പൻ. ദിലീപിനെ നായകനാക്കി വി ആൻ വിഷ്ണു സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് പറക്കും പപ്പൻ. 2018 അനൗൺസ് ചെയ്ത ഈ ചിത്രം പല ആവർത്തി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് പല കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഈ ഒരു സിനിമ ഉപേക്ഷിച്ചെന്ന തരത്തിൽ പോലും റൂമറുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ സിനിമ ഉപേക്ഷിച്ചിട്ടില്ല. പകരം കാലത്തിനൊപ്പമുള്ള മാറ്റങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരാനായി പറക്കും പപ്പന്റെ തിരക്കഥ റീവർക്ക് ചെയ്യുകയാണെന്നും അത് പൂർത്തീകരിച്ച ശേഷം ഈ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വരുമെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മേ ബി 2027 പറക്കും പപ്പന്റെ വർക്കുകൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫിയാണ് പറക്കും പപ്പന് തിരക്കഥ ഒരുക്കുന്നത്. ഒരു നാടൻ സൂപ്പർ ഹീറോ എന്ന ടാഗ്ലൈനോട് വരാനിരിക്കുന്ന പറക്കും പപ്പനിൽ സാധാരണ ഗ്രാമീണ യുവാവിന് പറക്കാനുള്ള ശക്തി ലഭിക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് കഥാപരിസരം. കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ആറാമത്തെ ചിത്രം കമ്മാര സംഭവം ടീം ഒന്നിക്കുന്ന പ്രോജക്ട്. കമ്മാര സംഭവത്തിന് ശേഷം ദിലീപിനെ നായകനാക്കി മുരളി ഗോപിയുടെ തിരക്കഥയിൽ രതീഷ് അമ്പാട്ട് പുതിയൊരു സിനിമ കൂടി സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രത്തിൽ ദിലീപ് ഒരു വില്ലൻ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നും തിരക്കഥ പൂർത്തിയാക്കിയ ശേഷം സിനിമയുടെ ചർച്ചകളിലേക്ക് കടക്കുമെന്നുമാണ് ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ദിലീപും തിരക്കഥാകൃത്ത് മുരളി ഗോപിയും പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തെ ചിത്രം ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രോജക്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിനെ നായകനാക്കി വീണ്ടും ഒരു സിനിമ കൂടി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. എന്നാൽ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ വർഷം അവസാനത്തോടെ തന്നെ ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എട്ടാമത്തെ ചിത്രം ഒരു തമിഴ് പ്രോജക്റ്റ് ആണ്. ശിവകാർത്തികേയനെയും ദിലീപിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പാർക്കിംഗ് സിനിമയിലൂടെ ശ്രദ്ധേയനായ രാംകുമാർ ബാലകൃഷ്ണൻ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ചിത്രത്തിൽ ശിവകാർത്തികേയൻ നായകനായിട്ടെത്തുമ്പോൾ വില്ലൻ വേഷത്തിലാണ് ദിലീപ് എത്തുക. നിലവിൽ സെയ്യോൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരുന്ന ശിവകാർത്തികേയൻ ആ സിനിമയുടെ വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം മാത്രമാവും രാംകുമാർ ബാലകൃഷ്ണന്റെ ഈ സിനിമയുടെ വർക്കുകളിലേക്ക് കടക്കുക. അങ്ങനെയെങ്കിൽ 2002 ശേഷം ദിലീപ് വീണ്ടും തമിഴിൽ അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. ഒൻപതാമത്തെ ചിത്രം CID മൂസ 2. ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് CID മൂസയ്ക്ക് രണ്ടാം ഭാഗം വരുമെന്നത്. എന്നാൽ ആ വാർത്തകൾ കേൾക്കുന്നതല്ലാതെ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ നടക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ സംവിധായകൻ ജോണി ആന്റണി സോഷ്യൽ മീഡിയയിലൂടെ വന്ന് CID മൂസയ്ക്ക് രണ്ടാം ഭാഗം വരുമെന്ന് പറയുന്നതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും തന്നെ അദ്ദേഹവും പങ്കുവച്ചിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം മൂസ 2വിനായി.
10ാമത്തെ ചിത്രം വാളയാർ പരമശിവം. 2004 ദിലീപിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയാണ് റൺവേ. ഈ ചിത്രത്തിന്റെ ബ്രഹ്മാണ്ഡ വിജയത്തിന് ശേഷം വാളയാർ പരമശിവം എന്ന പേരിൽ റൺവേക്ക് ഒരു സീക്വൽ വരുമെന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. എന്നാൽ ഈ ഒരു പ്രോജക്ടിന്റെ മറ്റ് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ലഭ്യമല്ല. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ദിലീപ് ചിത്രം ഏത്? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക.